സാർ ഇപ്പോൾ നമ്പർ ഓഫ് അറ്റംപ്റ്റ്സിൻ്റെ കാര്യം ചോദിച്ചപ്പോഴാണ് സെൽഫ് വർത്തിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി സംസാരിച്ചത്. അപ്പം ഈ സെൽഫ് വർത്ത് എന്ന് പറയുമ്പം അത് മാത്രമല്ല, അവിടെ ഒരു വേറൊരു ക്വസ്റ്റ്യൻ കൂടെ വരുന്നത് എൻ്റെ ഇത്രയും വർഷം പോയി എന്നൊരു കൺസേണും ഇവർക്കുണ്ടാവും. പക്ഷേ അവിടെയും സാറിൻ്റെ ഉത്തരം ലൈക്ക് ഇത്രയും വർഷം പോയെങ്കിലും ഇത്രയധികം ക്രിട്ടിക്കൽ സ്കിൽസ് നിങ്ങൾ ഡെവലപ്പ് ചെയ്തു എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നു. പക്ഷേ അത് എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അതിനെ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. ഇത്രയും വർഷം പോയി. അതെ അതെ അതെ. ബട്ട് അതിനെ പോസിറ്റീവായി എടുക്കാൻ നമ്മൾ പഠിക്കണം. എടുക്കുന്നില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ നോ ലോട്ട് ഓഫ് പീപ്പിൾ ഇൻ മൈ ഫ്രണ്ട് സർക്കിൾ who appeared for civil service exam and then went to another field and they are doing exceptionally well in the field and they are telling that like it is because of the resilience and skill set that I have developed in the civil service exam, right, and that is benefiting them. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ കടന്നു പോകുന്ന പ്രോസസ് ഇസ് ഇൻറ്റൻസ്. ദർ ഇസ് നോ അതർ എക്സാം ദാറ്റ് വിൽ ഹെൽപ്പ് യു ടു ഗ്രൂം in analytical thinking, problem solving, communication abilities. It's a wonderful process. Okay. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഓരോ ടൈമും ഓരോ ഇയറും ആൻഡ് ഇറ്റ് ഈസ് ഹൈലി വാല്യുബിൾ. അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് തോന്നുന്നു അതിനെ ആ ഒരു സെൻസിൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് they can enjoy the process. സാർ നേരത്തെ മെൻഷൻ ചെയ്ത ക്രിട്ടിക്കൽ സ്കിൽസിലേക്ക് നമുക്ക് തിരിച്ചു തരാം. അപ്പം ഈ കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാൻ വരുന്ന ഒരാളുടെ മൈൻഡിൽ ഒരുപക്ഷെ സോഷ്യൽ വർക്ക് ആയിരിക്കാം മൈൻഡിലുള്ളത്, അല്ലെങ്കിൽ ജോബ് സെക്യൂരിറ്റി ആയിരിക്കാം. പക്ഷേ ഈ പറഞ്ഞ ഓൺ ദ പ്രോസസ്സ് അവർ ഗെയിൻ ചെയ്യുന്ന സ്കിൽസിനെ പറ്റി അവർ അത്ര അവെയർ ആണെന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പോൾ മേ ബി അതൊരു ക്രിയേറ്റീവ് ഇൻ്റലിജൻസ് ആവാം, മേ ബി അഡാപ്റ്റബിലിറ്റി ആവാം, റെസിലിയൻസ് ആവാം. സോ കൻ യു പ്ലീസ് എലാബറേറ്റ് ഓൺ ദീസ് സ്കിൽ സെറ്റ്സ്? സിവിൽ സർവീസിൽ ആദ്യത്തെ സ്റ്റേജ് പ്രിലിമിനറി ആണല്ലോ. പ്രിലിമിനറിയിൽ ഒരു കുട്ടി വിജയിക്കാൻ വേണ്ടുന്ന സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനലിറ്റിക്കൽ തിങ്കിങ് ആണ്. അനലിറ്റിക്കൽ തിങ്കിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു ഇൻഫർമേഷനിൽ നിന്ന് ഡിറ്റക്ട് ചെയ്തിട്ട് അതിൻ്റെ ആൻസേഴ്സിലേക്ക് എത്തുന്ന അല്ലെങ്കിൽ അതിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. സിവിൽ സർവീസ് പരീക്ഷയിൽ നമ്മൾ പഠിച്ചു വെക്കുന്ന ബുക്കുകളിൽ നിന്ന്, നമ്മൾ കേൾക്കുന്ന ക്ലാസ്സുകളിൽ നിന്ന് ഏകദേശം ഒരു എനിക്ക് തോന്നുന്നു 30% ചോദ്യങ്ങൾ അതിൽ നിന്ന് ഡയറക്റ്റായിട്ട് വരുള്ളൂ. പക്ഷേ ഈ 30% ചോദ്യങ്ങൾ ശരിയാക്കിയാലും നിങ്ങൾ കയറില്ല. ഒരു 65-70 ചോദ്യങ്ങളെങ്കിലും ശരിയാക്കേണ്ടി വരും. അപ്പോൾ അത് ശരിയാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റലിജൻ്റ് ആയിട്ട് അനലൈസ് ചെയ്ത് ലോജിക്കലായിട്ട് ഉത്തരത്തിലേക്ക് ഡിറൈവ് ചെയ്യേണ്ടി വരും. സോ ദ ഫസ്റ്റ് തിങ് ടു ഹാവ് ഇൻ സിവിൽ സർവീസ് പ്രിലിംസ് എക്സാം ഈസ് ടു ഹാവ് ഗുഡ് അനലിറ്റിക്കൽ തിങ്കിങ്. സോ ദറ്റ് ഈസ് ദ ഫസ്റ്റ് തിങ്. ആൻഡ് ഓൾവേസ് ഇൻ പ്രിലിംസ് ടൈം മാനേജ്മെൻറ്റ് മാറ്റേഴ്സ്, എസ്പെഷ്യലി ഇൻ CSAT. കാരണം CSATലും ഇതുപോലെ തന്നെ വളരെ പ്രഷർ സിറ്റുവേഷനാണ്. കാരണം ചോദ്യങ്ങളൊക്കെ നല്ല ചോദ്യങ്ങളാണ്. മാത്സിലൊക്കെ ആണെങ്കിൽ കുറച്ച് ചിന്തിക്കേണ്ട ചോദ്യങ്ങളാണ്. പിന്നെ അനലിറ്റിക്കൽ കോംപ്രഹെൻഷനാണ്. അപ്പോൾ ഇതിൽ ഏത് ചോദ്യം പിക്ക് ചെയ്യണം, ഏത് ചോദ്യം വിടണം, എങ്ങനെ ഫാസ്റ്റായിട്ട് റീഡ് ചെയ്ത് എത്തണം, അതൊക്കെ ടൈം മാനേജ്മെൻറ്റ് വളരെ ക്രിട്ടിക്കലാണ് പ്രിലിംസ് എക്സാമിൽ. മെയിൻസ് എക്സാമിലേക്ക് വരുമ്പോഴാണ് വേറെ ഒരുപാട് സ്കില്ലുകൾ മാറ്റർ ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ സ്കില്ല് മൾട്ടി ഡയമെൻഷണൽ തിങ്കിങ് ആണ്. ഒരു റിട്ടൺ പേപ്പറിൽ കൂടുതൽ മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ കൂടുതൽ പോയിന്റ് എഴുതണം. അത് ബേസിക് സെൻസാണ്. അപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് എങ്ങനെയാണ് ഒരു കുട്ടി കൂടുതൽ പോയിന്റുകൾ എഴുതുന്നത്? ഒരു കാര്യത്തെക്കുറിച്ച് മൾട്ടിപ്പിൾ ആംഗിളിൽ ഡിഫറെൻറ്റ് ഡയറക്ഷനിൽ ചിന്തിക്കാനുള്ള കഴിവുണ്ടെങ്കിലേ ഒരു കാര്യത്തെക്കുറിച്ച് കൂടുതൽ പോയിന്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അല്ലാതെ ഈ പോയിന്റുകളൊന്നും കാണാതെ പഠിച്ചിട്ട് പരീക്ഷയ്ക്ക് വന്ന് എഴുതാൻ പറ്റുന്നതല്ല. സ്പോണ്ടേനിയസ് ആയിട്ട് ചിന്തിക്കാൻ പറ്റണം. അപ്പം സ്പോണ്ടേനിയസ് ആയിട്ട് ചിന്തിക്കുന്നത് ഈ മൾട്ടി ഡയമെൻഷണൽ പെർസ്പെക്റ്റീവിലാവും. അപ്പോൾ ഒന്നാമത്തെ കാര്യം മൾട്ടി ഡയമെൻഷണൽ തിങ്കിങ് ഉണ്ടാവുക എന്നുള്ളതാണ്. രണ്ടാമത്തെ ഒരു സ്കിൽ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം സോൾവിംഗ് ആണ്. എല്ലാ സ്ട്രക്ചേർഡ് പ്രോബ്ലം സോൾവിങ്ങിൻ്റെയും ഒന്നാമത്തെ കാര്യം പ്രോപ്പറായിട്ട് ക്വസ്റ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുക, പ്രോബ്ലത്തെ ബ്രേക്ക് ഡൗൺ ചെയ്യുക എന്നുള്ളതാണ്. സിവിൽ സർവീസിൽ ഒരു ആൻസർ എഴുതുമ്പോൾ നമ്മൾ കുട്ടികളെ ആദ്യം പഠിപ്പിക്കുന്നത് ആ പ്രോബ്ലത്തെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. അതിൻ്റെ എല്ലാ പാർട്ടും അഡ്രസ്സ് ചെയ്യണം നമ്മൾ പറയും. സോ പ്രോബ്ലം സോൾവിങ്ങിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങളുടെ എക്സ്പേർട്ട് ആവും. ഓൾസോ ആൻഡ് യു വിൽ ലേൺ ഫ്രെയിം വർക്ക് തിങ്കിങ് വിച്ച് ഇസ് വെരി പവർഫുൾ. ഫ്രെയിം വർക്ക് തിങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിമിലർ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ പ്രോബ്ലം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിന് മുമ്പ് പഠിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചേർഡ് അപ്രോച്ച് ഉപയോഗിച്ച് നിങ്ങൾക്ക് അഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പറ്റുമോ എന്നുള്ളതാണ് ഫ്രെയിം വർക്ക് തിങ്കിങ്. അപ്പോൾ ഈ ഫ്രെയിം വർക്ക് എന്ന് പറയുന്നത് പെട്ടെന്ന് കാര്യങ്ങൾ സോൾവ് ചെയ്യാനും ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സ്കില്ലാണ്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സോഷ്യൽ പൊളിറ്റിക്കൽ എക്കണോമിക്കൽ ലീഗൽ ഇംപ്ലിക്കേഷനെ കുറിച്ച് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ സൊല്യൂഷൻസ് പലതും നിങ്ങൾക്ക് കിട്ടും. ഇതൊരു ചെറിയൊരു ഫ്രെയിം വർക്കാണ്. ഇതുപോലെ മൾട്ടിപ്പിൾ ഫ്രെയിം വർക്ക്സ് മെയിൻസിൽ അപ്ലൈ ചെയ്യേണ്ടി വരും. സോ യു വിൽ ബി ഗുഡ് അറ്റ് ഫ്രെയിം വർക്ക് തിങ്കിങ്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ വേറൊരു കാര്യം റൈറ്റിംഗ് എബിലിറ്റീസ്. കാരണം സിവിൽ സർവീസിൻ്റെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട് നിങ്ങൾ എഴുതുന്ന ഉത്തരങ്ങൾ വളരെ കൺസൈസ് ആയിരിക്കണം. കൺസൈസ് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള വൊക്കാബുലറി ബിൽഡ് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വൊക്കാബുലറി വളരെ ഷാർപ്പായിരിക്കുകയും വേണ്ടി വരും. അതുകൊണ്ട് തന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ അത് സിമ്പിൾ ആയിരിക്കുകയും വേണം, വായിച്ച പെട്ടെന്ന് മനസ്സിലാവുകയും വേണം.
അപ്പോൾ ഇറ്റ്സ് എ ചലഞ്ചിങ് തിങ് ആൻഡ് ഓൾ ദ മോർ യു ഹാവ് ടു റൈറ്റ് എവറിത്തിങ് ഇൻ എ സ്റ്റിപ്പുലേറ്റഡ് ടൈം. അതായത് സിവിൽ സർവീസിൻ്റെ ഒരു GS-ൻ്റെ ആൻസർ ഷീറ്റ് എന്ന് പറഞ്ഞാൽ 50 പേജാണ്. 50 പേജ് 3 മണിക്കൂറിൽ ഫിനിഷ് ചെയ്യണം. ഏതാണ്ട് 4500 വാക്കുകളാണ് എനിക്ക് തോന്നുന്നു 3 മണിക്കൂറിൽ ഫിനിഷ് ചെയ്യേണ്ടത്. ആവറേജ് എനിക്ക് തോന്നുന്നു 1 മിനിറ്റിൽ 22 വേർഡ്സ് എഴുതണം. എക്സാം സിറ്റുവേഷനിൽ റിസർച്ച് പ്രകാരം ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന വേർഡ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് 18ആണ്. സിവിൽ സർവീസിൽ ഇത് 22ആണ്. And it's extremely challenging thing to articulate and express your ideas in a concise time. ഓക്കെ, അതാണ് സിവിൽ സർവീസിൻ്റെ റൈറ്റിംഗ് പ്രാക്ടീസിനെ വളരെ റിഗറസ് ആക്കുന്നത്. ഫിസിക്കലി എക്സോസ്റ്റിംഗ് ആണ്. അതും ഒരു എക്സാം എന്ന് പറയുന്നത് 3 മണിക്കൂർ, അതിനുശേഷം 3 മണിക്കൂർ, ഒരു ദിവസം തന്നെ 2 എക്സാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കൺസ്ട്രെയിൻസിൻ്റെ ഉള്ളിൽ നല്ല ആൻസേഴ്സ് എഴുതുക എന്നുള്ളത് കൃത്യമായിട്ടൊരു ചലഞ്ചിങ് ആയിട്ടുള്ളൊരു പ്രപ്പോസൽ. സ്ട്രെസ് മാനേജ്മെൻറ്റും സ്ട്രെസ് മാനേജ്മെൻറ്റ് ഇസ് ഓൾസോ അനദർ സ്കിൽ. പിന്നെ നമ്മൾ ഇതിനകത്ത് ഇൻ്റർവ്യൂവിലേക്ക് വരുമ്പോൾ ചില ഇമ്പോർട്ടൻ്റ് ആയ സ്കിൽ മാറ്റർ ചെയ്യും. ഒന്നാമത്തത് ഒപ്പീനിയൻ ഫോർമേഷൻ. അതായത് നിങ്ങൾ പറയുന്ന ഒപ്പീനിയൻ സബ്സ്റ്റാൻഷ്യേറ്റഡ് ആണോ? ഈ ഒപ്പീനിയനെ കുറിച്ചിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ചിന്തിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ബാലൻസ് ചെയ്യുന്നുണ്ടോ, റാഷണലാണോ? ഇത് മാറ്റർ ചെയ്യും. അതോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സ്കില്ലാണ് ദി എബിലിറ്റി ഓഫ് യു ടു എൻഗേജ് ഇൻ കോൺവെർസേഷൻസ്. കാരണം ഒരുപാട് ഇൻ്റർവ്യൂ എടുക്കുന്ന ആൾക്കാർ പലരും പറയുന്നത് ടെക്സ്റ്റ് ബുക്ക് ലൈക്ക് ആൻസേഴ്സ് ആയിരിക്കും പലരും പറയുന്നത്. ആൻഡ് ദേ ഓൾ ടയേർഡ്. ഇപ്പം ഞാൻ തന്നെ ഇൻ്റർവ്യൂ എടുക്കാനിരിക്കുമ്പോൾ ഒരു 2-3 കാൻഡിഡേറ്റിന് വന്നതിന് ശേഷം നമ്മുടെ അറ്റൻഷൻ അങ്ങ് മാറിപ്പോവും. കാരണം നമുക്കങ്ങനെ ഫോക്കസ് ചെയ്തിരിക്കാൻ പറ്റത്തില്ല. ഇതുപോലെ തന്നെയാണ് അവിടെ ഇരിക്കുന്ന ആളുകൾക്കും. അപ്പോൾ അവിടെ വന്ന് നമ്മൾ ഇൻ്റർവ്യൂവിന് പെർഫോം ചെയ്യുമ്പം ഹൗ യു ഗോയിങ് ടു പ്രസൻറ്റ് യുവർ സെൽഫ് ഇൻ ആൻ എൻഗേജിങ് വേ. And that is also a critical skill. And those people who have got really good marks have that kind of skill set. And also ഇൻ്റർവ്യൂവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം വെർബൽ കമ്മ്യൂണിക്കേഷനാണ്. നമ്മൾ എന്തെല്ലാം നോളജ് ഉണ്ടെന്ന് പറഞ്ഞാലും ആൻഡ് ഇറ്റ് ഷുഡ് ബി എക്സ്പ്രസ്ഡ് ഇൻ എ വെരി കോൺഫിഡൻറ്റ് ആൻഡ് കൺസൈസ് മാനർ. ഓഫീസർ ലൈക്ക് ക്വാളിറ്റീസ് നമ്മൾ ബിൽഡ് ചെയ്യണം ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ. അപ്പം ഒന്ന് നോക്കിക്കുക, ആദ്യത്തെ സ്റ്റേജ് തൊട്ട് അവസാനത്തെ സ്റ്റേജ് വരെ സിവിൽ സർവീസിൻ്റെ എൻറ്റയർ പ്രോസസ്സിൽ see what are the skill set a student have to develop, and that is exactly why Lead IAS has given focus and spotlight on the skill development of students. Right. അത് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്കിൽ ഡെവലപ്മെൻറ്റ് ഡസൻറ്റ് സ്റ്റാർട്ട് ഫ്രം ആഫ്റ്റർ കോളേജ്, ഇറ്റ്സ് ആക്ച്വലി സ്റ്റാർട്ട് ഫ്രം ദ സ്കൂൾ ടൈം. അതുകൊണ്ടാണ് നമുക്ക് ലീഡ് IAS ജൂനിയർ എന്ന് പറയുന്നൊരു പ്രോഗ്രാം നമ്മൾ തുടങ്ങിയത്. അതിൽ നമ്മൾ സിവിൽ സർവീസിൻ്റെ സിലബസോ കണ്ടൻറ്റോ ഒന്നുമല്ല പഠിപ്പിക്കുന്നത്. നമ്മളവിടെ പഠിപ്പിക്കുന്നത് കുട്ടികളെ നന്നായിട്ട് കോംപ്രഹെൻഡ് ചെയ്യാനും പ്രോബ്ലം സോൾവ് ചെയ്യാനും അതോടൊപ്പം തന്നെ കുട്ടികളെ കുറച്ചും കൂടെ കമ്മ്യൂണിക്കേറ്റീവ് ആക്കാനും മെൻറ്റർഷിപ്പ് സെഷനിൽ ഒപ്പീനിയൻ ഫോർമേഷൻ അവരെ ഹെൽപ്പ് ചെയ്യാനുമാണ്. These are biggest asset which has to be nurtured over a period of time, years. It takes years. So അങ്ങനെ വന്നു കഴിയുമ്പം ഈ സ്കിൽ സെറ്റ് അവർക്ക് കുറേ കൂടെ ഗ്രൂംഡ് ആയിരിക്കും and they are prepared for the preparation of civil service. So ആ രീതിയിലാണ് ലീഡ് ജൂനിയർ അഡ്മിഷൻ ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ അക്കാഡമിയിലാണെങ്കിൽ നമുക്ക് സ്കിൽ സെറ്റ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാർപ്പായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഇൻഡോഴ്സ് ആയിട്ടുള്ള പ്രോഗ്രാംസും നമ്മൾ തുടങ്ങാനുള്ളതിൻ്റെ ഒരു കാരണം ഈ ഒരു തിരിച്ചറിവിൽ നിന്നാണ്. കാരണം കണ്ടന്റ് എന്ന് പറയുന്നത് സ്കിൽ സെറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എളുപ്പം ഗ്രാബ് ചെയ്തെടുക്കാം. നമുക്ക് അനലിറ്റിക്കലായിട്ട് ചിന്തിക്കാനുള്ള കഴിവില്ല എന്നുണ്ടെങ്കിൽ എത്ര കണ്ടന്റ് കിട്ടിയിട്ട് നമുക്ക് കാര്യമില്ല. We will not be able to connect things. So connecting things is also part of this analytical ability. So what I really suggest to future aspirants is that you build the skill set first that are necessary for the civil service exam. Alright, അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്കിൽ സെറ്റ് മെറ്റാകോഗ്നിഷനാണ്, about which we can talk in some other time. കാരണം മെറ്റാകോഗ്നിഷൻ is the awareness about how you learn, awareness about yourself. സെൽഫ് അവെയർനെസ്. സോ ആ സ്കില്ലും ഭയങ്കരമായിട്ട് മാറ്റർ ചെയ്യുന്നൊരു പരീക്ഷയാണ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ലിറ്റിൽ മോർ. നമുക്ക് സമയം എടുക്കുന്നതുകൊണ്ട് നമുക്ക് വേറൊരു ഡിസ്കഷനിൽ വി ക്യാൻ ഡിസ്കസ് pick up all the skills. The interesting part is that almost all the skills that I mentioned right now is part of UNESCO's skill framework, and UNESCO is written down around 6 to 10 important skill set for 21st century. And all the skill set that we are developing through civil service preparation are aligned with the 21st century skills. It's highly valuable. Lead IAS, number 1 IAS Academy in Kerala.